ചൂടുള്ളതോ എരിവുള്ളതുമായ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ മൂക്കുന്ന് ഇങ്ങനെ വെള്ളമൊലിക്കുക. അല്ലെങ്കിൽ നമ്മൾ പുളിശ്ശേരി പോലെയുള്ള പുളിയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മൂക്കൊലിപ്പ് ഉണ്ടാകാം, ജലദോഷം ഉണ്ടാകാം. ഇങ്ങനെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടോ? എന്താണ് അതിന് കാരണം? അത് ജലദോഷമാണോ, അലർജിയാണോ? എന്തുകൊണ്ടാണ് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മാത്രമായിട്ട് ഇങ്ങനെ മൂക്കൊലിപ്പ് ഉണ്ടാകുന്നത്? പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ ഡോക്ടർ യൂനുസ് കൊളശ്ശേരി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയും മൂക്കൊലിപ്പും മൂക്കടപ്പും തമ്മിൽ എന്താണ് ബന്ധം എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിന് പ്രധാന കാരണം നമ്മളെ വാഗസ് നെർവും അതുപോലെ ട്രൈജമിനൽ നെർവും തമ്മിൽ ചെറിയൊരു ആശയക്കുഴപ്പമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ സലൈവറി ഗ്ലാൻഡ് അല്ല, ഉമ്മനീർ ഗ്രന്ഥികളുണ്ടാവും. അതിനൊന്ന് ത്വരിതപ്പെടുത്താനോ ഉത്തേജിപ്പിക്കാനാണ് ഈ നരമ്പുകൾ ശരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സലൈവറി ഗ്ലാൻഡിലേക്ക് പോകേണ്ട ചില സിഗ്നൽസ് എല്ലാം മൂക്കിലെ ഞരമ്പുകളിലേക്ക്, നെർവുകളിലേക്ക് എത്തുന്നു. അതാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഏതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ട്രിഗറുകൾ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ള ചൂടുള്ള സൂപ്പ്, ചായ പോലെയുള്ള വസ്തുക്കൾ, അതേപോലെ എരിവുള്ള കറികൾ, മുളക് ചേർത്ത് വിഭവങ്ങൾ, ചില സമയങ്ങളിൽ പുളിരസമുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രൂക്ഷ ഗന്ധമുള്ള ഭക്ഷണങ്ങൾ. ഇത്തരം ഭക്ഷണങ്ങളാണ് ഇങ്ങനത്തെ ഒരു ട്രിഗറിന് കാരണമാകുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടതാണ്. അലർജിക്കുള്ള മരുന്നല്ല ഇതിൽ കഴിക്കേണ്ടത്. ഇവിടെ ഈ പറഞ്ഞ ഞരമ്പുകളുടെ പ്രശ്നങ്ങളെ സ്വാധീനിക്കുന്ന മെഡിസിനുകളാണ് കഴിക്കേണ്ടത്. അലർജിക്കുള്ള മരുന്നുകൾക്ക് ഇതിൽ യാതൊരു റോളുമില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം മൂക്കലിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.